വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷാർജ നാഷണൽ പാർക്കിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈദ് ഹോളിഡേയ്സൊക്കെ അല്ലേ വരുന്നത്, അന്നേരം പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈദ് ഹോളിഡേയ്സിന് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഷാർജ നാഷണൽ പാർക്കാണ്. ഇവിടെ എൻട്രി ഫീസ് 2 ദിർഹമാണ്. അപ്പോൾ നമ്മൾ 7 പേരുണ്ടായിരുന്നു. അപ്പോൾ കാർഡ് പേയ്മെൻറ്റേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കറിയില്ല, നമ്മൾ കാർഡ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ 7 പേർക്കുള്ള ടിക്കറ്റും എടുത്തു. കിത്തുവിന് മാത്രം ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല കേട്ടോ, കിത്തു ചെറുതല്ലേ, അപ്പോൾ അത് കാരണം അവനെടുത്തില്ല. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ നമ്മൾ എത്തിയ സമയം ഒരു 5 മണിയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെങ്കിൽ ഒരു 5 മണിക്കൊക്കെ, 5 മണി എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈം ആണല്ലോ, അധികം വെയിലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. അപ്പോൾ നമുക്കൊരു 7-7:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കഴിഞ്ഞ് നേരെ പ്രവിച്ചേട്ടൻ തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ടൈമും കൂടെ കണ്ടിറങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടി. ഈ 5 മണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, സൂര്യൻ അങ്ങ് ഉദിച്ച് നിൽക്കുകയാണ് നല്ല വെയിലത്ത്. ഈ കണ്ട വഴികൾ മുഴുവൻ ഞങ്ങൾ നടന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും തലവേദനിച്ച്, എല്ലാവർക്കും തലവേദന ഉള്ള വെയിൽ മുഴുവൻ കൊണ്ടിട്ട്. പിന്നെ ഇവർ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട്, അതായത് ആമിയും കിത്തും സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് അവർ സ്കേറ്റിംഗ് ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് പിടിച്ചുകൊണ്ട് നടക്കൽ ഞങ്ങളുടെ പണിയാണ്. ആ സമയമാകുമ്പോൾ മാത്രമേ ഇവരെടുത്തിടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം പാർക്കിലൊക്കെ കളിക്കി, അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുവരേക്കും നമ്മളിത് പിടിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. എന്നാലും വേണ്ടില്ല, കുറച്ച് നേരം പാർക്കിലൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പാർക്കിൽ അവിടെ ഊഞ്ഞാലും ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അവർ കുറച്ച് നേരം കളിച്ചു. ഞങ്ങളന്നേരം അപ്പുറത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയും കുറച്ച് അങ്ങോട്ടേക്ക്, കാരണം ഇത് കുറച്ച് അങ്ങറ്റം വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടേക്കൊക്കെ നടക്കാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്പോർട്സ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവർ സ്കേറ്റിംഗ് ചെയ്തോട്ടേന്ന്. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് നടന്നും വയ്യാണ്ടായി. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇവിടെ അധികം തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ അത്ര തിരക്കില്ല എന്നിട്ടാ, ഇങ്ങ് അറ്റത്തേക്ക് പോകുമ്പോഴൊക്കെ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, സൂര്യൻ അങ്ങ് ഉദിച്ച് നിൽക്കുക. ഈ വെയിൽ മുഴുവൻ കൊണ്ട് ഞങ്ങൾ നടന്നു. പിന്നെ കുറേ പേര് അവിടെ ഗ്രില്ല് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള ഏരിയ അവിടെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുന്നില്ല. ഇവിടെ നല്ലൊരു പൂവുണ്ട് കേട്ടോ. ഇതാ കണ്ടോ ഈ പൂവ്, ഇത് കറക്റ്റ് ആ സൺലൈറ്റിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ കിട്ടിയതായിരുന്നു. അപ്പോഴത്തേനും രാജേട്ടൻ വന്നിട്ട് ആൾ തട്ടിപ്പറിച്ച് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ അതിനധികം ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. വാട്ടർ ബോട്ടിലുണ്ട് കയ്യിൽ, സ്കേറ്റിങ്ങിൻ്റെ ഉണ്ട്. അങ്ങനെ കവറൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ കിത്തു ആമി അവിടെ ഫുള്ള് ഓട്ടത്തിലാണ് കേട്ടോ. അവർക്കൊന്നും തളരുന്നില്ലയോ. ഞങ്ങൾ ഈ കുറച്ച് നടക്കുമ്പോഴത്തേനും വയ്യാണ്ടായി. അവരിങ്ങനെ എന്താ പറയുക, ഫുൾ ഓട്ടവും ചാട്ടവും, ഊഞ്ഞാലാടുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എങ്ങനെ ഇത് പറ്റുന്നാവോ. നമുക്ക് കുറച്ച് നടക്കുമ്പോഴത്തേനും വയ്യാണ്ടായി. കണ്ടില്ല, ഇവരൊക്കെ മുന്നേ നടക്കുക, ഞാൻ കുറച്ച് പിന്നിലാട്ടോ. പിന്നെ ഇവിടെ അടുത്ത എയർപോർട്ട്, അതാണ് ആ ഫ്ലൈറ്റ് പോകുന്ന കണ്ടില്ലേ, അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ ആമിക്കുട്ടി സ്കേറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ സ്പോർട്സ് ഏരിയയിലോട്ടൊന്നും പോയില്ല കേട്ടോ. കുറച്ചായപ്പോഴത്തേനും പിന്നെ അവർക്ക് സ്കേറ്റിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളത് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 6:30 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി. കാരണം നടന്ന് വയ്യാണ്ടായി. കുറച്ചും കൂടി അങ്ങോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുന്ന് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മീതിയും കുറേ പേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ വരേക്കും പോയില്ല, ഇനി നെക്സ്റ്റ് ടൈം ആവാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എല്ലാവരും നടന്ന് വയ്യാണ്ടായി, അതാണ് കാര്യം. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ, അതായത് അവിടെ ഗ്രില്ല് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുമായിരുന്നുണ്ടെങ്കിൽ കുറേ ടൈം നമ്മുടെ അങ്ങനെ പോകും. അതായത് കുക്കിങ്ങും പിന്നെ സംസാരിച്ചിരിക്കാതെ. ഇതിപ്പോൾ നമ്മൾ ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക, സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ ആ ലാസ്റ്റ് വരേക്കും ഇങ്ങനെ കുറേ ദൂരം നടന്ന് വെയിലും ഒക്കെ കൂടിയിട്ട് എല്ലാവരും ആകെ ക്ഷീണിച്ചു പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാഷണൽ പാർക്കിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും ഞങ്ങൾ ഫുള്ള് കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.